So, hello everyone, welcome to Entry App. അപ്പോൾ നമ്മൾ ടോപ്പ് 100 MCQന്റെ പാർട്ട് 5 ആണ് നോക്കാൻ പോകുന്നത്. അതായത് വരുന്ന IBPS PO ക്ലർക്ക്, അതേപോലെ തന്നെ SBI POയുടെ മെയിൻ എക്സാം, RRB ക്ലർക്കിന്റെ മെയിൻ എക്സാം, ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ട് 5 വീഡിയോ ആണിത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തായിരിക്കും പോവുക. എന്തായാലും RRB ക്ലർക്കിന്റെ എക്സാമിങ് എടുക്കാറായി. അപ്പൊ അതിന് പ്രാക്ടീസ് ചെയ്യുന്നവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ കറണ്ട് അഫെയറിനെ കണ്ട് മാക്സിമം സ്കോർ അവിടെ കൂട്ടാനായിട്ട് കൃത്യമായിട്ട് ട്രൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which state government has decided to set up a Vedic education and Sanskar board to revive the knowledge of ancient Sanskrit scriptures and connect the learnings of the Vedas with science and yoga? അപ്പോൾ ഒരു വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് സംസ്കാർ ബോർഡ് വേദാസിനെ സയൻസും യോഗയും ഒക്കെ ആയിട്ട് ചേർത്തുകൊണ്ട് അതിന്റെ ആ ഒരു പഴയ കാര്യങ്ങൾ സ്ക്രിപ്റ്റേഴ്സ് ഉൾപ്പെടെ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്, ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരു വേദിക് എഡ്യൂക്കേഷൻ സംസ്കാർ ബോർഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് ചോദ്യം. രാജസ്ഥാനാണ് ആ ഒരു വേദിക് എഡ്യൂക്കേഷൻ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. അപ്പൊ വേദിക് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് രാജസ്ഥാനിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. Who has been appointed as the director of India's World Trade Organization mission, WTO മിഷൻ? ഇന്ത്യയുടെ WTO മിഷന്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ആശിഷ് ഛണ്ടോർക്കർ. ആശിഷ് ഛണ്ടോർക്കർ ആണ് എന്താ പറയുന്നത്, WTO മിഷൻ, ഇന്ത്യയുടെ WTO മിഷന്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു തേർഡ് ക്വസ്റ്റ്യൻ. വേൾഡ് മ്യൂസിക് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? വേൾഡ് മ്യൂസിക് ഡേ എന്നാണെന്നാണ് ചോദ്യം. വേൾഡ് മ്യൂസിക് ഡേ 21 ജൂൺ ആണ്, 21 ജൂൺ ആണ് വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് പ്ലെയർ ഹാസ് വൺ the 2021 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രീ? ഫ്രഞ്ച് ഗ്രാൻഡ് പ്രീ ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദ്യം. മാക്സ് വെർസ്റ്റപ്പൻ ആണ്, റെഡ് ബുളിന്റെ മാക്സ് വെർസ്റ്റപ്പൻ ആണ് ഫ്രഞ്ച് ഗ്രാൻഡ് പ്രീ ജേതാവ്. ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാസ് launched a crash course to train more than 1 lakh COVID warriors. The program will be carried out from 111 ട്രെയിനിങ് സെന്റർ. സംഭവം എന്താന്ന് വെച്ചാൽ കോവിഡ് വാരിയേഴ്സ് 1,00,000 മേളിൽ കോവിഡ് വാരിയേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നരേന്ദ്രമോദി ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തു. സോ അത് 111 ട്രെയിനിങ് സെന്റർ, ഓൾമോസ്റ്റ് 26ഓളം സ്റ്റേറ്റിലെ 111 ട്രെയിനിങ് സെന്ററിലായിട്ടാണ് ഇത് നടക്കുക. ഓക്കെ, അതാണ് ഇതിനകത്ത് 111 എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക. 111 ട്രെയിനിങ് സെന്റേഴ്സിലായിട്ടായിരിക്കും ഈ കോവിഡ് വാരിയേഴ്സിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് നടക്കുക. സോ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെനൗണ്ട് ജമ്മു ബേസ്ഡ് ഇസ്ലാമിക് സ്കോളർ Mufti Faizul Wahid has passed away in Jammu, who first translated the Quran to which language? അപ്പൊ ഖുറാൻ ആദ്യമായിട്ട് ഏതോ ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മുഫ്തി ഫൈസുൽ വഹീദ് എന്ന് പറയുന്ന അദ്ദേഹം ജമ്മു ബേസ്ഡ് ആണ്. സോ ഇസ്ലാമിക് സ്കോളർ ആണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ്. ബട്ട് ചോദിച്ചിരിക്കുന്ന അദ്ദേഹം ഖുറാൻ ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാണ്. ഗോജ്രി ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഗോജ്രി ലാംഗ്വേജിലേക്കാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഒബിച്വറി ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which state has launched Jahan Vote Vahan Vaccination? Jahan Vote Vahan Vaccination program ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഡൽഹിയാണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ജഹാൻ വോട്ട് വഹാൻ വാക്സിനേഷൻ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഡൽഹി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 8th ക്വസ്റ്റ്യൻ. The Central Board of Secondary Education CBSE celebrates National Reading Day annually on 19th June. ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആചരിച്ചു വരുന്നത്. അപ്പൊ CBSEയുടെ നാഷണൽ റീഡിംഗ് ഡേ എന്നാണ് ജൂൺ 19th ആണ്. സോ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The United Nations Global Compact has recognized the CMD of Renew Power as one of the 10 SDG pioneers 2021. What is the name of that person? അപ്പൊ എന്താണ് UN ഗ്ലോബൽ ഇമ്പാക്ട് ആരെ റെക്കഗ്നൈസ് ചെയ്തു? റിന്യൂ പവറിന്റെ CMD ആയിട്ടുള്ള സുമൻ സിൻഹയെ റെക്കഗ്നൈസ് ചെയ്തു ആസ് വൺ ഓഫ് ദി 10 SDG പൈനിയേഴ്സ്. 2021 10 SDG പൈനിയേഴ്സിൽ ഒരാളായിട്ട് റിന്യൂ പവറിന്റെ CMD ആയിട്ടുള്ള സുമൻ സിൻഹയാണ് UN ഗ്ലോബൽ ഇമ്പാക്ട് റെക്കഗ്നൈസ് ചെയ്തത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 10th ക്വസ്റ്റ്യൻ. How many cross disability early intervention centers did the Union Social Justice and Empowerment Ministry launch across the country? അപ്പൊ ക്രോസ് ഡിസബിലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ
അപ്പോൾ എത്ര ക്രോസ് ഡയബിലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ ആണ് യൂണിയൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. 14 ഇന്റർവെൻഷൻ സെന്റേഴ്സ് ആണ്, ക്രോസ് ഡിസബിലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ആണ് യൂണിയൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഇന്ത്യയിൽ ഒട്ടാകെ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. With which organization tribal ministry join hands to fulfill the objective of the ministry to attain academic excellence in Ekalavya Model Residential School? Ekalavya Model Residential School ന്റെ academic excellence attain ചെയ്യാനായിട്ട് ട്രൈബൽ മിനിസ്ട്രി ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് ടൈപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. എൻസേർട്ടുമായിട്ടാണ്, അഥവാ NCERTയുമായിട്ടാണ് ട്രൈബൽ മിനിസ്ട്രി ഈ ഒരു ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ അക്കാഡമിക് എക്സലൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു 12th question. What is the theme of the 7th International Yoga Day 2021? 7ാമത് ഇന്റർനാഷണൽ യോഗ ഡേ 2021 ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം എന്താണ് എന്നാണ് ചോദ്യം. യോഗ ഫോർ വെൽനസ് എന്നാണ് 7th ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക, യോഗ ഫോർ വെൽനസ്. മറ്റെന്തും വരും, യോഗ ഫോർ പല ഓപ്ഷൻസിലായിട്ട് യോഗ ഫോർ ഡാഷ് എന്തും വരാം. യോഗ ഫോർ വെൽനസ് എന്നാണ് ഇന്റർനാഷണൽ യോഗ ഡേയുടെ 2021 തീം എന്ന് പറയുന്നത്. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് ദ 7 സയൻസ് ഓഫ് ബീയിങ് എ മദർ? 7 സയൻസ് ഓഫ് ബീയിങ് എ മദർ എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദ്യം. താഹിറ കശ്യപ് ഖുറാന ആണ് 7 സയൻസ് ഓഫ് ബീയിങ് എ മദർ എന്നുള്ള ബുക്കിന്റെ ഓഥർ. അപ്പൊ താഹിറ കശ്യപ് ഖുറാന എന്നുള്ള പേര് ഓർത്തിരിക്കുക. 7 സയൻസ് ഓഫ് ബീയിങ് എ മദർ എന്നുള്ള ബുക്കിന്റെ ഓഥർ ആണ് ആര്? താഹിറ കശ്യപ് ഖുറാന എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 14th question. Who has been honored with the European Inventor Award in the Non-European Patent Office Country category? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ്. 2021 യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് ഏത് കാറ്റഗറിയിൽ? നോൺ യൂറോപ്യൻ പേറ്റന്റ് ഓഫീസ് കൺട്രീസ് കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. സുമിത മിത്രയ്ക്കാണ് യൂറോപ്യൻ ഇൻവെന്റർ അവാർഡ് 2021 അവാർഡ് കിട്ടിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട, വെരി ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരു അവാർഡാണ്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 15th question. Which power generator will acquire the 1200 megawatt SR Powers Mahan project located at Singrauli district of Madhya Pradesh? മധ്യപ്രദേശിലെ സിംഗ്രോളി ഡിസ്ട്രിക്റ്റിലുള്ള SR പവറിന്റെ 1200 വാട്ട് മഹാൻ പ്രോജക്ട് അക്വയർ ചെയ്യുന്നത് ഏത് പവർ ജനറേറ്റർ ആണ് എന്നാണ് ചോദ്യം. അദാനി പവർ ലിമിറ്റഡ് ആണ് 1200 മെഗാവാട്ട് മഹാൻ പ്രോജക്ട്, SR പവറിന്റെ മഹാൻ പ്രോജക്ട് മധ്യപ്രദേശിലെ സിംഗ്രോളി ഡിസ്ട്രിക്റ്റിലുള്ള മഹാൻ പ്രോജക്ട് അക്വയർ ചെയ്യുന്നത് അദാനി പവർ ലിമിറ്റഡ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 16th question. Antonio Guterres was re-elected as the Secretary General of United Nations for a second 5-year term he held from which country? അപ്പോൾ അന്റോണിയോ ഗെറ്ററസ് എന്നുള്ള പേര് ആർക്കും പുതുമയായിരിക്കില്ല. UN സെക്രട്ടറി ജനറൽ ആണ്. അദ്ദേഹം വീണ്ടും റീഎലക്ട് ചെയ്തു ഒരു 5 വർഷ ടേമിലേക്ക് എന്നാണ് ചോദ്യം. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നാണ് നമ്മുടെ ചോദ്യം. പോർച്ചുഗലിന്റെ എക്സ് പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ഈ അന്റോണിയോ ഗെറ്ററസ് എന്ന് പറയുന്നത്. അപ്പൊ പോർച്ചുഗലിൽ നിന്നാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പം അന്റോണിയോ ഗെറ്ററസിന്റെ രാജ്യം എന്ന് പറയുന്നത് പോർച്ചുഗൽ ആണ്. So let's go to 17th question. Which section of the Income Tax Act 1961 will declare PAN card as the inoperative if not linked with Aadhaar by 30th June? ജൂൺ 30 കൂടിയിട്ട് പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആകും എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് 1961 ഏത് സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദ്യം. സെക്ഷൻ 234H. ആലോചിക്കാൻ എളുപ്പമാണ്. 1, 2, 3, 4 എന്ന് എഴുതിയാൽ 1 ഒഴിവാക്കി പറഞ്ഞാൽ 234H എന്ന് പറയുന്ന ഇൻകം ടാക്സ് ആക്ടിലാണ് ഈ ഒരു പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആണ് ഇഫ് നോട്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ 18ാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ദ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ഈസ് മാർക്ഡ് എവറി ഇയർ ഓൺ ഡാഷ്. 21st June. 21 ജൂണിനാണ് എന്തുള്ളത്? വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ആചരിക്കുന്നത്. അപ്പൊ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ എന്നാണ് ജൂൺ 21 തീയതിയാണ്. സോ 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് സിറ്റി ഹാസ് ടോപ്ഡ് ദ ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2020 ഫോർ ബീയിങ് ദ മോസ്റ്റ് ലിവബിൾ സിറ്റി ഓഫ് ഇന്ത്യ? മോസ്റ്റ് ലിവബിൾ സിറ്റി ഓഫ് ഇന്ത്യയുടെ ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സിൽ മോസ്റ്റ് ലിവബിൾ സിറ്റി ഓഫ് ഇന്ത്യ 2020 ഏതാണ്? ബംഗളൂരു ആണ്. ബാംഗ്ലൂരിലാണ് ഏറ്റവും 2020 ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. മോസ്റ്റ് ലിവബിൾ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂരു ആണ്. സോ ലെറ്റ്സ് ഗോ ടു 20th question.
Which government will constitute an economic advisory council with leading economic expert? Leading economic experts നെയൊക്കെ വെച്ചുകൊണ്ട് ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് ചോദ്യം. തമിഴ്നാടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ലീഡിംഗ് എക്കണോമിക് എക്സ്പേർട്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ 21ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which NBFC received approval from RBI to take over PMC Bank and relaunch it as a small finance bank? PMC Bank എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ ഈ ഒരു PMC ബാങ്കിനെ അതിനെ ഇനി ഒരു സ്മാൾ ഫിനാൻസ് ബാങ്ക് ആക്കി റീലോഞ്ച് ചെയ്യാൻ ഏത് NBFCക്കാണ് RBIയുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയെന്നാണ് ചോദ്യം. സെൻട്രം ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിനാണ് ഈ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. RBIയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് സെൻട്രം ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിനാണ്. ഓക്കെ, സോ 22ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ in terms of recipient of foreign direct investment inflows in the year 2020 as per the World Investment Report 2021? അപ്പോൾ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2021 അനുസരിച്ച് 2020 ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോസിൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ് എന്നാണ് ചോദ്യം. ഇത് റിലീസ് ചെയ്തത് UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD ആണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യ എത്രാമതാണ് എന്നാണ് ചോദ്യം. അപ്പൊ FDI ഇൻഫ്ലോസിൽ ഇന്ത്യ എത്രാമതാണ്? 5ാമതാണ്. FDI ഇൻഫ്ലോസിൽ ഇന്ത്യ 5ാമതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 23rd ക്വസ്റ്റ്യൻ. Who is the chairman of the SEBI's takeover panel which has been reconstituted by the market regulator recently? അപ്പൊ സെബി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെബിയുടെ ടേക്ക് ഓവർ പാനലിന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ജസ്റ്റിസ് NK സോധി ആണ് സെബിയുടെ ടേക്ക് ഓവർ പാനലിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ആരാണ്? ജസ്റ്റിസ് NK സോധി ആണ് സെബിയുടെ പുതിയ, അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെബി ടേക്ക് ഓവർ പാനലിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ദി ഡേറ്റ ബൈ സ്വിസ് നാഷണൽ ബാങ്ക്, what is the rank of India in terms of money parked by its citizens and enterprises with Swiss Bank in 2020? 2020 സ്വിസ് ബാങ്കിലെ ഒരു രാജ്യത്തിന്റെ സിറ്റിസൺസ് അല്ലെങ്കിൽ എന്റർപ്രൈസസ് നിക്ഷേപിച്ച തുകയ്ക്ക് അനുസരിച്ച് സ്വിസ് നാഷണൽ ബാങ്കിന്റെ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് അല്ലെങ്കിൽ ഇന്ത്യ എത്രാമത്തെ രാജ്യമാണെന്നാണ് ചോദ്യം. 51ാമതാണ് ഇന്ത്യയുടെ റാങ്ക്. അതായത് സ്വിസ് ബാങ്കിന്റെ ഡേറ്റ അനുസരിച്ച് മണി പാർക്ഡ് ബൈ സിറ്റിസൺസ് ആൻഡ് എന്റർപ്രൈസസ് വിത്ത് സ്വിസ് ബാങ്ക് ഇൻ 2020 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 51ാമതാണ്. സോ 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who is the author of the book The Nutmeg Curse Parables of a Planet in Crisis? അപ്പൊ The Nutmeg Curse Parables for a Planet in Crisis എന്നുള്ള ഈ ബുക്കിന്റെ ഓഥർ ആരാണെന്നാണ് ചോദ്യം. അമിതാവ് ഘോഷ് ആണ് ഈ Nutmeg Curse Parables for a Planet in Crisis എന്നുള്ള ഈ ഒരു ബുക്കിന്റെ ഓഥർ. സോ 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. India has recently formed a hydrogen task force with which country to achieve the goal of green and clean energy? അപ്പൊ ഇന്ത്യ റീസെന്റ് എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. ഏത് രാജ്യവുമായിട്ട് ചേർന്നുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ട്? ഗോൾ ഓഫ് ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജി ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രാജ്യവുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇന്ത്യ ഒരു ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇന്ത്യയും US കൂടി ചേർന്നാണ് ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജിയുടെ ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ്. അപ്പൊ ഇന്ത്യ US ചേർന്നുകൊണ്ട് ഒരു ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് ലോഞ്ച് ചെയ്തു എന്ന് പഠിക്കാം. സോ 27ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു ദ 6th edition of Sustainable Development Report 2021 released by Sustainable Development Solution Network, who has topped the index? എന്താണ് 6ാമത്തെ എഡിഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് SDSN ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ അക്കോർഡിംഗ് ടു ദ 6th edition ഹൂ ഹാസ് ടോപ്പ് ദ ഇൻഡെക്സ്? ആ ഇൻഡെക്സിൽ ടോപ്പ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഫിൻലൻഡ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഫിൻലൻഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 28th ക്വസ്റ്റ്യൻ. The maiden Indian Navy and European Union Naval Force EUNAVFOR അതാണ് EUNAVFOR
അപ്പൊ ഇത് ദ മെയ്ഡൻ ഇന്ത്യൻ നേവി ആൻഡ് യൂറോപ്യൻ യൂണിയൻ നേവൽ ഫോഴ്സ്, ഇതാണ് ഇന്ത്യൻ നേവിയും യൂറോപ്യൻ നേവിയും കൂടെ ചേർന്നുള്ള എക്സസൈസ് ആണ് EUNAVFOR. ഈ എക്സസൈസ് കണ്ടക്ടഡ് ഇൻ വിച്ച് സീ, എവിടെയാണ്, ഏത് സീയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് ഏദനിലാണ് ഈ യൂറോപ്യൻ നേവിയും ഇന്ത്യൻ നേവിയും തമ്മിലുള്ള EUNAVFOR എന്നുള്ള ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ എക്സസൈസിന്റെ പേര് ഓർത്തിരിക്കുക, EUNAVFOR. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അവാർഡഡ് വിത്ത് ദ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് ഹയസ്റ്റ് അവാർഡ് ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021? അപ്പൊ എന്താണ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021 നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. KK ശൈലജയാണ് ഈ ഒരു ഓപ്പൺ സൊസൈറ്റി പ്രൈസ് 2021. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഹയസ്റ്റ് അവാർഡാണ് ഓപ്പൺ സൊസൈറ്റി പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നേടിയത് ആരാണ്? KK ശൈലജയാണ്. സോ 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which state government has launched a scheme named Ashirvad to provide monthly financial support to all orphan children who have lost one or both their parents during COVID-19 from April 2020? ഏപ്രിൽ 2020 മുതൽ അവരുടെ പേരൻസിനെ COVID-19 മൂലം നഷ്ടപ്പെട്ട ഓർഫൻ ചിൽഡ്രന് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആശീർവാദ് എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് ചോദ്യം. ഒഡീഷയാണ് ഈ ആശീർവാദ് എന്ന് പറയുന്ന ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പൊ ഒഡീഷ ആശീർവാദ് എന്ന് ചേർത്ത് പഠിക്കുക. ഒഡീഷ ആശീർവാദ് എന്ന് ചേർത്ത് പഠിക്കുക. എന്താണ് COVID-19 മൂലം പേരൻസിനെ നഷ്ടപ്പെട്ട ഓർഫൻ ചിൽഡ്രന് മന്ത്ലി ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ആശീർവാദ് എന്ന് പറയുന്ന സ്കീം ആര് ലോഞ്ച് ചെയ്തത്? ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. As per the new notification of the finance ministry, the housing finance companies with asset size of over dash will now be able to recover the dues using SARFAESI law. അപ്പൊ എന്താണ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആരുടെ? ഫൈനാൻഷ്യൽ മിനിസ്ട്രിയുടെ. ദ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് വിത്ത് അസറ്റ് സൈസ് ഓഫ് ഓവർ ഡാഷ് എത്ര? 100 കോടി. അതായത് 100 കോടിക്ക് അസറ്റ് സൈസിന് മുകളിൽ ദ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് വിത്ത് അസറ്റ് സൈസ് ഓഫ് ഓവർ 100 crore will now be able to recover the due recover ചെയ്യാൻ യൂസിങ് സർഫേസി ലോ. സർഫേസി ലോ അനുസരിച്ച് ഡ്യൂ റിക്കവർ ചെയ്യാനായിട്ട് എത്ര? 100 കോടിക്ക് മുകളിലുള്ള ഹൗസിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ കമ്പനീസിന്. അപ്പൊ ആസ് പെർ ദ ന്യൂ നോട്ടിഫിക്കേഷൻ ഓഫ് ഫൈനാൻസ് മിനിസ്ട്രി, ദ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് വിത്ത് അസറ്റ് സൈസ് ഓഫ് ഓവർ 100 crore will now be able to recover the dues. അപ്പൊ 100 കോടിക്ക് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഡ്യൂ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുക. 32ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. Mavia Sudan is the 12th female to be inducted as a fighter pilot in the Indian Air Force. She is also the first female from Dash to be a part of it. അപ്പോൾ മാവിയ സുഡാൻ എന്നുള്ള പേര് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. മാവിയ സുഡാൻ എന്താണ്? 12th ഫീമെയിൽ ടു ബി ഇൻഡക്റ്റഡ് ആസ് എ ഫൈറ്റർ പൈലറ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഇൻഡക്ട് ചെയ്യുന്ന 12ാമത്തെ ഫീമെയിൽ ഫൈറ്റർ പൈലറ്റ് ആണ് ആര്? മാവിയ സുഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഈസ് ഓൾസോ ദ ഫസ്റ്റ് ഫീമെയിൽ ഫ്രം ഡാഷ്, ഏത് സ്റ്റേറ്റിൽ നിന്ന്, ടു ബി എ പാർട്ട് ഓഫ് IAF, ജമ്മു ആൻഡ് കാശ്മീർ. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള ആദ്യത്തെ ഫീമെയിൽ ഫൈറ്റർ പൈലറ്റ് ആണ് ആര്? മാവ്യ സുഡാൻ. മാവ്യ സുഡാൻ പേരോർത്ത് വെക്കുക. സോ 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഡാഷ് 23rd June. ജൂൺ 23 എന്ത്? ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ എന്നാണ് ജൂൺ 23. ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ. So let's go to 34th question. With which country India has signed a memorandum of understanding for cooperation in the field of agriculture and allied sectors? അപ്പൊ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തത്? എന്തിന്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സിലെ കോൺട്രിബ്യൂഷന് വേണ്ടി, അല്ലെ കോപ്പറേഷന് വേണ്ടിയിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ MOU സൈൻ ചെയ്തതെന്നാണ് ചോദ്യം. നേരത്തെ ഇസ്രായേലുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിജി എന്ന് പറയുന്ന രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇസ്രയേലുമായിട്ടും ഫിജിയുമായിട്ടും എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ആര് സൈൻ ചെയ്തിട്ടുണ്ട്? ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സിനും അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനും ഇംപ്രൂവ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള MOUs നടക്കാറുള്ളത്. സോ 35ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്റർനാഷണൽ വിഡോസ് ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ വിച്ച് ഡേറ്റ്? അപ്പം ഇന്റർനാഷണൽ വിഡോസ് ഡേ, വിധവകളുടെ ദിവസം, ഇന്റർനാഷണൽ വിഡോസ് ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ
23rd ജൂൺ, ജൂൺ 23-നാണ് എന്ത് ഇന്റർനാഷണൽ വിഡോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ വിഡോസ് ഡേ എന്നാണ് 23rd ജൂൺ ആണ്. ഓക്കെ, സോ 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NHSRCL has teamed up with which entity to develop an exclusive green rating system for HSR stations in the country? അപ്പം NHSRCL has teamed up with which entity? ഏത് എൻറ്റിറ്റിയുമായിട്ടാണ് NHSRCL ടീം ചെയ്തത്? എന്തിന്? To develop an exclusive green rating system. ഗ്രീൻ റേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് NHSRCL ആരുമായിട്ടാണ് ടൈപ്പ് ചെയ്തത്? IGBCയുമായിട്ടാണ്. അപ്പൊ NHSRCLും IGBCയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ഗ്രീൻ റേറ്റിംഗ് സിസ്റ്റം ഫോർ HSR സ്റ്റേഷൻസ് ഇൻ ദ കൺട്രി. HSR സ്റ്റേഷൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ റേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് NHSRCLും IGBCയുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു 37th ക്വസ്റ്റ്യൻ. SBI General Insurance has signed a corporate agency agreement with which bank for distribution of non-life insurance solution? അപ്പൊ SBI General Insurance ആരുമായിട്ട്? SBI General Insurance ഒരു കോർപ്പറേറ്റ് ഏജൻസി അഗ്രിമെന്റ് സൈൻ ചെയ്തു. ആരുമായിട്ട്? IDFC ഫസ്റ്റ് ബാങ്കുമായിട്ട്. അപ്പൊ IDFC ഫസ്റ്റ് ബാങ്കുമായിട്ട് ആരാണ് സൈൻ ചെയ്തത്? SBI General Insurance ആണ്. എന്തിനു വേണ്ടിയിട്ടാ? നോൺ ലൈഫ് ഇൻഷുറൻസ് സൊല്യൂഷന് വേണ്ടിയിട്ട്. നോൺ ലൈഫ് ഇൻഷുറൻസ് സൊല്യൂഷന് വേണ്ടിയിട്ട് SBI ജനറൽ ഇൻഷുറൻസ് ആണ് IDFC ഫസ്റ്റ് ബാങ്കുമായിട്ട് ടൈപ്പിൽ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 38th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ്സ് ഫസ്റ്റ് എവർ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് ഹാസ് ബീൻ പ്ലേസ്ഡ്? അപ്പം GM ജനറ്റിക്കലി മോഡിഫൈഡ്. അപ്പൊ GM റബ്ബർ പ്ലാന്റ് ഏത് സ്റ്റേറ്റിലാണ്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ് ഫസ്റ്റ് എവർ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ്, ആദ്യത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് പ്ലാൻ ചെയ്തത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ചോദ്യം. ആസാമിലാണ് ഈ ഒരു ആദ്യത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് ആണ്, ആലോചിക്കുക, അത് ആസാമിലാണ്. ആസാമിലാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. സോ 39-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Bharati Airtel has partnered with which company for 5G network solution rollout? ഇപ്പൊ ഭാരതി എയർടെല് ഒരു 5G നെറ്റ്വർക്ക് സൊല്യൂഷന് വേണ്ടിയിട്ട് ഏത് കമ്പനിയുമായിട്ടാണ് പാർട്ട്ണർഷിപ്പിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ടാറ്റ ഗ്രൂപ്പുമായിട്ടാണ് ഭാരതി എയർടെല് 5G നെറ്റ്വർക്ക് സൊല്യൂഷന് വേണ്ടിയിട്ട് ടൈപ്പ് ആയിരിക്കുന്നത്. അപ്പൊ ഭാരതി എയർടെൽ ടൈപ്പ് വിത്ത് ടാറ്റ ഗ്രൂപ്പ്. ഭാരതി എയർടെല്ലും ടാറ്റയുമായിട്ട് ചേർന്നിട്ടാണ് 5G നെറ്റ്വർക്ക് സൊല്യൂഷൻ റോൾ ഔട്ടിന് വേണ്ടിയിട്ട് ടൈപ്പിൽ വന്നിരിക്കുന്നത്. മറന്നു പോകാതിരിക്കുക. സോ 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ആസ് അംബാസഡർ ഓഫ് ഫോറസ്റ്റ് ഫ്രണ്ട് ലൈൻ ഹീറോസ് അറ്റ് WWF ഇന്ത്യ? അപ്പൊ WWF ഇന്ത്യയുടെ ഫോറസ്റ്റ് ഫ്രണ്ട് ലൈൻ ഹീറോസ് അംബാസഡർ ആയിട്ട് ഇൻഡക്ട് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. പേര് ഓർത്തിരിക്കുക. ഉപാസന കാമിനേനി. ഉപാസന കാമിനേനിയാണ് എന്ത്? WWF ഇന്ത്യയുടെ അംബാസഡർ ഓഫ് ഫോറസ്റ്റ് ഫ്രണ്ട് ലൈൻ ഹീറോസ് ആയിട്ട് ഇൻഡക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പേര് മറക്കാതിരിക്കുക, ഉപാസന കാമിനേനി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 41st ക്വസ്റ്റ്യൻ. ആസ് പെർ മൂഡീസ്, what is the projected GDP growth rate of Indian economy for calendar year 2021? 2021 കലണ്ടർ ഇയറിൽ മൂഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എന്താണ് എന്നാണ് ചോദ്യം. 9.6% ആണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് അക്കോർഡിംഗ് ടു മൂഡി ഫോർ ദ കലണ്ടർ ഇയർ 2021. ഈ വർഷത്തെ മൂഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 9.6% ഇന്ത്യ GDP ഗ്രോ ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. സോ 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has topped the inaugural Edelgive Hurun Philanthropist of the Century list? Edelgive Hurun Philanthropist of the Century list. അതിൽ ടോപ്പ് വന്നിരിക്കുന്നത് ആരാണ്? റിലീസ്ഡ് റീസെന്റ് ബൈ ഹുറുൻ റിസർച്ച് ആൻഡ് ഈഡൽഗിവ് ഫൗണ്ടേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഹുറുൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി, അതിൽ ഹുറുൻ റിസർച്ച് ആൻഡ് ഈഡൽഗിവ് ഫൗണ്ടേഷൻ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. അതിൽ ടോപ്പ് വന്നിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നാണ് ചോദ്യം. ജംസെറ്റ്ജി ടാറ്റയാണ് ഇതിലെ ഒരു ഹുറുൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി ലിസ്റ്റിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഹുറുൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നുള്ള പേരാണ് ഹൈലൈറ്റ്. ജംസെറ്റ്ജി ടാറ്റയാണ് ഹുറുൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി ലിസ്റ്റിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. സോ 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
The nationwide awareness campaign titled Jaan Hai To Jahan Hai, Jaan Hai To Jahan Hai, nationwide awareness campaign ആണ് Jaan Hai To Jahan Hai എന്ന് പറയുന്നത്, has been launched by which ministry to create awareness on corona vaccination in rural and remote areas. അപ്പോൾ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസിലെ കൊറോണ വാക്സിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് മിനിസ്ട്രിയാണ് ജഹാൻ ഹേ തോ ജാൻ ഹേ എന്ന് പറയുന്ന ക്യാമ്പയിൻ റൺ ചെയ്തത്? മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ്. അപ്പൊ റിമോട്ട് ഏരിയാസിലെ റൂറൽ ഏരിയാസിലെ വാക്സിനേഷൻ പ്രോഗ്രാമിന് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി ആണ് ഈ ജാൻ ഹേ തോ ജഹാൻ ഹേ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആയിരിക്കില്ല. റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് അങ്ങനെയൊക്കെയുള്ളത് ഓപ്ഷനിൽ വന്നാൽ തെറ്റരുത്. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which state has launched the agricultural diversification scheme? Agricultural diversification scheme to make agriculture sustainable and profitable in the tribal areas of the state. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് എന്ത് ലോഞ്ച് ചെയ്തത്? അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം ലോഞ്ച് ചെയ്തത്. എന്തിന്? ടു മേക്ക് അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ആൻഡ് പ്രോഫിറ്റബിൾ, സസ്റ്റൈനബിളും പ്രോഫിറ്റബിളും ആക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ഗുജറാത്ത് ആണ് ആ സ്റ്റേറ്റ്. അപ്പൊ ഗുജറാത്ത് ലോഞ്ച്ഡ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം ടു മേക്ക് അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ഇൻ ട്രൈബൽ ഏരിയാസ്. ട്രൈബൽ ഏരിയാസിലാണ് ഈ ഒരു അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ആക്കാൻ നോക്കുന്നത്. അപ്പൊ ഗുജറാത്ത് ആണ് ആ സ്റ്റേറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 45th ക്വസ്റ്റ്യൻ. When is the Passport Seva Divas observed in India? Passport Seva Divas എന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ജൂൺ 24-നാണ് പാസ്പോർട്ട് സേവാ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. So what is the Passport Seva Divas observed in India? It's June 24th. So 46ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. Hockey India has named which female player as the captain for Indian women's hockey team for Tokyo Olympics? അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. റാണി റാംപാൽ ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫീമെയിൽ പ്ലെയർ. ടോക്കിയോ ഒളിമ്പിക്സിനാണ് എന്നുള്ളത് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? റാണി റാംപാലിനെയാണ്. ഓക്കെ, സോ 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which international airport has won the Airport Council International Director General's Role of Excellence Award in Airport Service Quality? അപ്പൊ എയർപോർട്ട് സർവീസ് ക്വാളിറ്റിയിൽ റോൾ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയത് ഏത് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് എന്നാണ് ചോദ്യം. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് എയർപോർട്ട് സർവീസ് ക്വാളിറ്റിയിൽ റോൾ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയിട്ടുള്ളത്. അപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് റോൾ ഓഫ് എക്സലൻസ് അവാർഡ് എന്ത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ഡയറക്ടർ ജനറലിന്റെ റോൾ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 48th ക്വസ്റ്റ്യൻ. വിച്ച് കമ്പനി ഹാസ് ഹോസ്റ്റഡ് the BRICS Green Hydrogen Summit? Which company has hosted the BRICS Green Hydrogen Summit? അപ്പോൾ BRICS Green Hydrogen Summit ഹോസ്റ്റ് ചെയ്ത ഏത് കമ്പനിയാണ്? NTPC ആണ്. NTPC ആണ് എന്ത് ബ്രിക്സിന്റെ ഗ്രീൻ ഹൈഡ്രജൻ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത്. ഗ്രീൻ ഹൈഡ്രജൻ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത ആരാണ്? NTPC ആണ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. സോ ലെറ്റ്സ് ഗോ ടു 49th ക്വസ്റ്റ്യൻ. What is India's rank out of 46 countries? Out of 46 countries, what is India's rank in the Reuters Institute Digital News Report 2021 on levels of overall trust in news? അപ്പൊ ന്യൂസിലെ ട്രസ്റ്റ്, ഓവറോൾ ട്രസ്റ്റ് അനുസരിച്ച് ഒരു ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ട് ഉണ്ട്. റിയൂട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ടാണ്. അതിന്റെ 2021 ലിസ്റ്റിൽ ഔട്ട് ഓഫ് 46 ഇന്ത്യയുടെ എത്രയാണ് റാങ്ക്? 31ാമതാണ്. ഒരുപാട് പുറകിലാണ് റാങ്ക്. അപ്പൊ നമ്മുടെ ന്യൂസിനെ അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ട്രസ്റ്റ് ന്യൂസിൽ ഓവറോൾ ട്രസ്റ്റ് ഇൻ ന്യൂസ്. അപ്പൊ എന്താണ് വാട്ട് ഇന്ത്യസ് റാങ്ക് ഔട്ട് ഓഫ് 46 കൺട്രീസ് ഇൻ റിയൂട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ട് 2021 ഓൺ ലെവൽസ് ഓഫ് ഓവറോൾ ട്രസ്റ്റ് ഇൻ ന്യൂസ്? It's 31 out of 46. Okay, let's go to 50th question. Actor Will Smith revealed the title and cover of his upcoming autobiography. അപ്പൊ വിൽ സ്മിത്ത് അദ്ദേഹത്തിന്റെ അപ്കമിങ് ഓട്ടോബയോഗ്രഫി അതിന്റെ കവർ റിലീസ് ചെയ്തു. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹിസ് ഓട്ടോബയോഗ്രഫി? വിൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ വിൽ സ്മിത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് എന്താണ്?
വിൽ എന്നാണ്. അപ്പൊ അതിന്റെ ടൈറ്റിലാണ് അദ്ദേഹം ഇപ്പോൾ റിലീസ് ചെയ്തത്. അപ്പൊ ആക്ടർ വിൽ സ്മിത്തിന്റെ ആണ് വിൽ എന്നുള്ളത്. ഓർത്തിരിക്കുക എളുപ്പമുള്ള ന്യൂസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 51st ക്വസ്റ്റ്യൻ. What is the GDP growth projection of India in 2021-22 fiscal as per S&P? അപ്പൊ നേരത്തെ മൂടി പറഞ്ഞു 9.6. ഇപ്പൊ S&P റിപ്പോർട്ട് അനുസരിച്ച് 21-22 ഫിസിക്കൽ ഇയറിലെ GDP ഗ്രോത്ത് പ്രൊജക്ഷൻ എത്രയാണ്? 9.5% ആണ്. 9.5% ആണ് S&Pയുടെ 2021-22 ഫിസിക്കൽ ഇയറിലെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് പ്രൊജക്ഷൻ. മൂടിയുടെ കാട്ടി ഒന്ന് കുറവാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 52nd ക്വസ്റ്റ്യൻ. When is the Day of Seafarer observed by the International Maritime Organization? അപ്പോൾ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഡേ ഓഫ് സീഫെയറർ DOS ഒബ്സർവ്ഡ് ബൈ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്നാണ് ചോദ്യം. ജൂൺ 25 ഡേ ഓഫ് സീഫെയറർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആണ് അത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ജൂൺ 25 ഡേ ഓഫ് ദ സീഫെയറർ. സോ ലെറ്റ്സ് ഗോ ടു 53rd ക്വസ്റ്റ്യൻ. The final match of the ICC World Test Championship was played in which stadium on June 23? അപ്പം ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മാച്ച് നടന്നത് എവിടെയാണ്? ഏത് സ്റ്റേഡിയത്തിലാണ്? ജൂൺ 23 എന്നാണ് ചോദ്യം. ഏഗ്യാസ് ബൗൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഏജസ് ബൗൾ സ്റ്റേഡിയം എന്നും പറയും. അപ്പൊ ഏഗ്യാസ് ബൗൾ സ്റ്റേഡിയത്തിലാണ് എന്ത് ഫൈനൽ മാച്ച് ഓഫ് ദി ഫസ്റ്റ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പൊ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മാച്ച് നടന്ന സ്റ്റേഡിയം ഏതാണ്? ഏജിയസ് ബൗൾ സ്റ്റേഡിയം ആണ്, അല്ലെങ്കിൽ ഏജസ് ബൗൾ സ്റ്റേഡിയം ആണ്, അല്ലെങ്കിൽ ഏഗ്യാസ് ബൗൾ സ്റ്റേഡിയം ആണ്. ഇങ്ങനെയൊക്കെ തന്നെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The renowned software developer and the creator of the McAfee antivirus software has passed away at the age of 75 due to suicide. Name of that software pioneer. അപ്പൊ എന്താണ്? McAfee ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്പറും ക്രിയേറ്ററുമായിട്ടുള്ള ആര്? ജോൺ മെക്കഫേ ആണ് മരണപ്പെട്ടത്. അപ്പൊ ഓപ്ഷൻസിൽ പല മെക്കഫേ വരാം. ഇവിടെ തന്നെ ഉണ്ട് ചാൾസ് മെക്കഫേ, നിക് മെക്കഫേ, കിം മെക്കഫേ, ഡേവിഡ് മെക്കഫേ. അപ്പൊ തെറ്റാതിരിക്കുക, ജോൺ മെക്കഫേ ആണ്. മെക്കഫേയുടെ ക്രിയേറ്റർ ആരാണ്? ജോൺ മെക്കഫേ ആണ്. സൂയിസൈഡ് മൂലം 75ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ്. അപ്പൊ മെക്കഫേയുടെ ക്രിയേറ്റർ ആരാണ്? ജോൺ മെക്കഫേ. സോ 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The World Vitiligo Day. World Vitiligo Day is an annual celebration held on which day of the year? ജൂൺ 25 അപ്പൊ വേൾഡ് വിറ്റിലിഗോ ഡേ എന്ന് പറയുന്നത് ജൂൺ 25 ഡേയ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല എന്നറിയാം. എന്നാലും കേട്ട് ഒരു തഴമ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഡേയ്സ് മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡേയ്സ് നിങ്ങൾ ഫൈനൽ ആയിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 56th ക്വസ്റ്റ്യൻ. Who among the following is not a convener of the Toycathon 2021 in which Prime Minister Narendra Modi interacted with the participants of Toycathon 2021 via video conferencing? അപ്പൊ who among the following is not a convener? കൺവീനർ അല്ലാത്തത് ആരാണ്? എന്തില്? Toycathon 2021 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ററാക്ട് ചെയ്തതാണത്. അപ്പൊ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് നടന്നതെന്നും പറയുന്നുണ്ട്. ആരാണ് അതിലെ കൺവീനർ അല്ലാത്ത ആള് എന്നാണ് ചോദ്യം. നിതി ആയോഗ് ആണ് അതിലെ കൺവീനർ അല്ലാത്ത ഒരാൾ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയും MSME മിനിസ്ട്രിയും ടെക്സ്റ്റൈൽ മിനിസ്ട്രിയും എല്ലാം അതിനകത്തുണ്ട്. ബട്ട് ആരില്ല? നിതി ആയോഗ് അതിന്റെ കൺവീനർ അല്ല എന്നാണ് ഇതിനകത്തിൽ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 57th ക്വസ്റ്റ്യൻ. Which state government has partnered with UN World Food Program to improve household food and nutritional security by strengthening livelihood initiative reaching thousands of state supported women self-help group? Appo women SHGA endi and help and which state government partnered with UN World Food Program? UN World Food Program ആയിട്ട് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ ടൈപ്പ് വന്ന അല്ലെ പാർട്ട്ണർഷിപ്പ് വന്ന എന്തിനെ? To improve household food and nutritional security. ഹൗസ്ഹോൾഡിലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താ? ബൈ സ്ട്രെങ്തനിങ് ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് റീച്ചിങ് തൗസൻഡ്സ് ഓഫ് സ്റ്റേറ്റ് സപ്പോർട്ടഡ് വുമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അപ്പൊ ആരുമായിട്ടാണ് ടൈപ്പ് ആയത്? ഒഡീഷയുമായിട്ടാണ്. അപ്പൊ ഒഡീഷയും UN വേൾഡ് ഫുഡ് പ്രോഗ്രാമോട് ചേർന്നുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് ഫുഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ UN വേൾഡ് ഫുഡ് പ്രോഗ്രാമും ഒഡീഷ ഗവൺമെന്റും തമ്മിലാണ്. So let's go to 58th question.
World Bank has signed a $32 million loan agreement with the government of India and which state government for healthcare projects in India. അപ്പോൾ healthcare projectന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് സെൻട്രൽ ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടാണ് ടൈപ്പിൽ വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. മിസോറാം ആണ് ആൻസർ. അപ്പം മിസോറാം ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും വേൾഡ് ബാങ്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് $32 million ലോൺ പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ $32 million ലോൺ അഗ്രിമെന്റ് ആരൊക്കെയാണ്? വേൾഡ് ബാങ്കും സെൻട്രൽ ഗവൺമെന്റും മിസോറാം ഗവൺമെന്റും. സോ 59ാമത്തെ ന്യൂസ് പോവാം. Renowned personality Benigno Aquino passed away recently. He was the former president of which country? അപ്പൊ ഏത് കൺട്രിയുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ബെനിഗ്നോ അക്വിനോയുടെ ഒബിച്വറി ന്യൂസ് ആണ് ഇവിടെ പറഞ്ഞതെന്നാണ് ചോദ്യം. ഫിലിപ്പീൻസിന്റെ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള ബെനിഗ്നോ അക്വിനോ, അപ്പൊ പേര് ബെനിഗ്നോ അക്വിനോ, അദ്ദേഹം ഫിലിപ്പീൻസിന്റെ ഫോർമർ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Name the Indian cricketer who has been roped in as the brand ambassador of OnePlus for its wearables category. അപ്പോൾ OnePlusന്റെ wearables കാറ്റഗറിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് റോബ്ഡ് ഇൻ ആയ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ് എന്നാണ് ചോദ്യം. ജസ്പ്രീത് ബുംറയാണ് OnePlusന്റെ wearables കാറ്റഗറിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് റോബ്ഡ് ഇൻ ആയ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ ജസ്പ്രീത് ബുംറ എന്തിന്റെയാണ്? OnePlusന്റെ wearable കാറ്റഗറിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. സോ 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which state government has launched മുഖ്യമന്ത്രി COVID-19 പരിവാർ ആർത്ഥിക് സഹായത യോജന? അപ്പൊ മുഖ്യമന്ത്രി COVID-19 പരിവാർ ആർത്ഥിക് സഹായത യോജന ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് ചോദ്യം. ഡൽഹി ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി COVID-19 പരിവാർ ആർത്ഥിക് സഹായത യോജന ലോഞ്ച് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ടു 62nd question. Who is the author of the book or who authored the book title It's a Wonderful Life? It's a Wonderful Life എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് അതിന്റെ ഓഥർ ആരാണ്, അല്ലെങ്കിൽ പെൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. റസ്കിൻ ബോണ്ടിന്റെ ബുക്കാണ് എന്ത്? ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം റസ്കിൻ ബോണ്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ്, റസ്കിൻ ബോണ്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് ചേർത്ത് പറഞ്ഞ് പഠിക്കുക. ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ആരുടെയാണ്? റസ്കിൻ ബോണ്ടിന്റേതാണ്. സോ 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. According to the International Energy Forum announcement, which country will host 9th Asian Ministerial Energy Roundtable next year or AMER 9? എന്താണ്? ഏഷ്യൻ മിനിസ്റ്റീരിയൽ എനർജി റൗണ്ട് ടേബിൾ. ഇതാണ് സംഭവം. അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ എനർജി ഫോറം അനൗൺസ്മെന്റ് അനുസരിച്ച് ഏത് രാജ്യമാണ് 9ാമത് ഏഷ്യൻ മിനിസ്റ്റീരിയൽ എനർജി റൗണ്ട് ടേബിൾ ഓർ AMER 9 അടുത്ത വർഷം ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയാണ് അമേർ 9 എന്ന് പറഞ്ഞാൽ ഏഷ്യൻ മിനിസ്റ്റീരിയൽ എനർജി റൗണ്ട് ടേബിൾ നടത്തുന്ന ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 64th ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഹാസ് ലോഞ്ച് ദ ആരോഗ്യം ഹെൽത്ത് കെയർ ബിസിനസ് ലോൺ സ്കീം ഫോർ ഹെൽത്ത് കെയർ സെക്ടർ? അപ്പൊ ഹെൽത്ത് കെയർ സെക്ടർ ഇപ്പൊ നമുക്കറിയാം കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് സെക്ടേഴ്സ് എല്ലാം താഴെ പോയി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഹെൽത്ത് സെക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആരോഗ്യം എന്ന് പറയുന്ന ഒരു ലോൺ, ആരോഗ്യം എന്ന് പറയുന്ന ലോൺ കൊണ്ടുവന്ന ആരാണ്? SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് എന്ത്? ആരോഗ്യം ഹെൽത്ത് കെയർ ബിസിനസ് ലോൺ സ്കീം. അപ്പൊ ആരോഗ്യം ഹെൽത്ത് കെയർ ബിസിനസ് ലോൺ സ്കീം കൊണ്ടുവന്ന ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. India's first indigenous aircraft carrier is planned to be commissioned by 2022. ഇപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനസ് എയർക്രാഫ്റ്റ് കാരിയർ IAC-1 is planned to be commissioned by 2022. 2022 കമ്മീഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനസ് എയർക്രാഫ്റ്റ് കാരിയർ ആണ്. The carrier is being built by which company? ഏത് കമ്പനിയാണ് ഈ കാരിയർ നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനസ് എയർക്രാഫ്റ്റ് IAC-1 അത് ഉണ്ടാക്കുന്നത് ആരാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. അത് 2022 കമ്മീഷൻ ആകും. സോ 66ാമത്തെ ന്യൂസ് നോക്കാം. The International Day Against Drug Abuse and Illicit Trafficking is observed on which date? ജൂൺ 26 ആണ്. ജൂൺ 26 ആണ് എന്ത്? ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്. ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് എന്നാണ്? ജൂൺ 26-നാണ്. സോ ലെറ്റ്സ് ഗോ ടു 67th ക്വസ്റ്റ്യൻ.
Fab India has partnered with which payment provider to launch exclusive co-branded contactless credit card? ഇപ്പൊ ഫാബ് ഇന്ത്യ ഏത് പേയ്മെന്റ് പ്രൊവൈഡറുമായിട്ടാണ് ഒരു കോ ബ്രാൻഡഡ് കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തത്? SBI കാർഡ്സുമായിട്ടാണ്. ഇപ്പൊ ഫാബ് ഇന്ത്യയും SBI കാർഡ്സും SBI കാർഡ്സുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് എന്ത് വന്നത്? ഒരു കോ ബ്രാൻഡഡ് കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് ഫാബ് ഇന്ത്യയും SBI കാർഡ്സുമായിട്ടാണ് ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Microsoft has developed its latest version of Windows operating system with new user interface and improvements to performance. What is the latest version? എന്താണ്? മൈക്രോസോഫ്റ്റ് ഒരു പുതിയ വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ കൊണ്ടുവന്നു. എന്തിന്? വിത്ത് ന്യൂ യൂസർ ഇന്റർഫേസ്, പുതിയ യൂസർ ഇന്റർഫേസും പെർഫോമൻസും ഒക്കെ വെച്ചിട്ട് ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേർഷൻ കൊണ്ടുവന്നു. അതാണ് വിൻഡോസ് 11. വിൻഡോസ് 10 ആയിരുന്നു പിന്നെ ഉള്ളത്. വിൻഡോസ് 11 ആണ് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതാണ്? വിൻഡോസ് 11. 69ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The International Day in support of victims of torture is observed annually year on. So support of victims of torture day, International Day for support of victims of torture is observed annually on June 26. June 26 എന്ത്? International Day in support of victims and torture എന്ന് പറയുന്ന ഡേ എന്നാണ്? ജൂൺ 26. So 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as the first vice chancellor of Delhi Sports University? അപ്പൊ ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? കർണം മല്ലേശ്വരി ആണ്. അപ്പൊ ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് കർണം മല്ലേശ്വരി ആണ്. അപ്പൊ കർണം മല്ലേശ്വരി ആരാണ്? ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ് കർണം മല്ലേശ്വരി. സോ 71ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. When is the micro, small and medium sized enterprise day observed globally? MSME day എന്ന് പഠിച്ചാൽ മതി. MSME day എന്നാണ്? ജൂൺ 27 ആണ്. ജൂൺ 27 ആണ് MSME day. So let's go to 72nd question. Who has been appointed as the acting Central Vigilance Commissioner, CVC? Acting Central Vigilance Commissioner appointed ചെയ്യപ്പെട്ടു of India in place of the outgoing chief Sanjay Kothari. ഇപ്പൊ സഞ്ജയ് കോത്താരിക്ക് പകരം ആരാണ് ആക്ടിംഗ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? സുരേഷ് എൻ പട്ടേൽ ആണ്. സുരേഷ് എൻ പട്ടേൽ ആരാണ്? സുരേഷ് എൻ പട്ടേൽ ആക്ടിംഗ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ആർക്ക് പകരം? സഞ്ജയ് കോത്താരിക്ക് പകരം സുരേഷ്. സഞ്ജയ്ക്ക് പകരം സുരേഷ്. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, ആക്ടിംഗ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ആരാണ്? സുരേഷ് എൻ പട്ടേൽ ആണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The ePGS is a new centralized web-based workflow-based IT platform. എന്താണ് ePGS എന്ന് പറയുന്നത്? എന്താണ്? ഒരു പുതിയ സെൻട്രലൈസ്ഡ് വെബ് ബേസ്ഡ് വർക്ക്ഫ്ലോ ബേസ്ഡ് IT പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ IT പ്ലാറ്റ്ഫോം ആണെന്ന് പഠിക്കുക. ലോഞ്ച്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ ഫോർ ഇറ്റ്സ് ഗ്രൂപ്പ് ബിസിനസ് ഓപ്പറേഷൻ? ആരാണ് ലോഞ്ച് ചെയ്തത്? LICയുടെ ആണ് എന്ത്? ePGS എന്ന് പറയുന്നത്. അപ്പൊ LIC PGS ചേർത്ത് പറഞ്ഞ് പഠിക്കുക. ക്ലൂ ആണ് LIC PGS. 2, 3 ഒക്കെ ആണ്. അപ്പൊ PGS എന്ന് കണ്ട ഉടനെ അത് LIC ആണ് എന്ന് ഓർക്കുക. അത്രയും മാത്രം മതിയാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 74th ക്വസ്റ്റ്യൻ. The encrypted messaging application Wickr has recently been acquired by which tech giant? അപ്പം എന്താണ്? ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് എന്ത്? വിക്കർ. അപ്പൊ വിക്കറിനെ അക്വയർ ചെയ്തത് ആരാണ്? ആമസോൺ ആണ് വിക്കറിനെ അക്വയർ ചെയ്തത്. അപ്പൊ ആമസോണിന്റെ ഒരു മിനി ടിവിയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആമസോണിന്റെ വിക്കർ എന്ന് പറയുന്ന ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനെയും അവർ എന്ത് ചെയ്തു? അക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 75th ക്വസ്റ്റ്യൻ. Which country plans to send its first crewed mission to Mars in 2033? 2033 2021 ഇത്. 12 വർഷത്തിന് ശേഷം 2033 ഒരു ആദ്യത്തെ ക്രൂഡ് മിഷൻ മാർസിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ഏത് കൺട്രി ആണെന്നാണ് ചോദ്യം. ചൈനയാണ് ഈ 2033 മാർസിലേക്ക് ഒരു ക്രൂഡ് മിഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ചൈനയാണ് 2033 ചൊവ്വയിലോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ചൈന ചൊവ്വയിലോട്ട് പോകാൻ പോകുന്നു 2033 എന്ന് പഠിക്കുക. ഓക്കെ, സോ 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which IIT has launched a Center for Research on Startups and Risk Financing to provide academic and thought leadership in innovation, entrepreneurship and risk capital? അപ്പൊ എന്താണ്? ഏത് IIT ആണ് ലോഞ്ച് ചെയ്തത്? എന്ത്?
സെൻട്രൽ ഫോർ റിസർച്ച് ഓൺ സ്റ്റാർട്ടപ്സ് ആൻഡ് റിസ്ക് ഫൈനാൻസിങ്, ക്രസ്റ്റ് എന്ന് പറയും. അപ്പൊ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പഠിക്കുക. അപ്പൊ ക്രസ്റ്റ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തത് ആരാണ്? IIT മദ്രാസ് ആണ്. അപ്പൊ മദ്രാസിന്റെ ക്രസ്റ്റ് എന്ന് പഠിക്കുക. അപ്പൊ IIT മദ്രാസ് ആണ് ക്രസ്റ്റ് ലോഞ്ച് ചെയ്തത്. അത് അക്കാഡമിക് ആൻഡ് തോട്ട് ലീഡർഷിപ്പ് ഇൻ ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ് ആൻഡ് റിസ്ക് ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെന്റർ ഫോർ റിസർച്ച് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ പേരാണ് ക്രസ്റ്റ്. അത് ലോഞ്ച് ചെയ്തത് IIT മദ്രാസ് ആണ്. അപ്പൊ മദ്രാസിന്റെ ക്രസ്റ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 77th ന്യൂസ്. Nicole Pashinyan. Nicole Pashinyan is acting PM of which country whose party has won a parliamentary election with 53.92% votes in the country? അപ്പൊ നിക്കോൾ പഷിന്യാൻ എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ ആക്ടിംഗ് PM ആണ് എന്നാണ് പഠിച്ചാൽ മതി. അർമേനിയ. അപ്പൊ അർമേനിയയുടെ ആണ് നിക്കോൾ. അർമേനിയയുടെ ആണ് നിക്കോൾ. അപ്പൊ നിക്കോൺ എന്ന് പറയുന്ന ഒരു ക്യാമറ നമുക്കറിയാം, അതുമായിട്ട് ചേർത്ത് നമുക്ക് പേര് കൺസിഡർ ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റില്ല. നിക്കോൾ പഷിന്യാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അർമേനിയയുടെ ആക്ടിംഗ് PM ആണ്. അർമേനിയയുടെ ആക്ടിംഗ് PM ആണ് ആര്? നിക്കോൾ പഷിന്യാൻ എന്ന് പറയുന്നത്. സോ 78ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ന്യൂ ഡെഡ് ലൈൻ ടു ലിങ്ക് പാൻ വിത്ത് ആധാർ? പാൻ വിത്ത് ആധാറിന്റെ ഒരു ആക്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 30, 2021 അത് ന്യൂ ഡെഡ് ലൈൻ, പുതിയ ഡെഡ് ലൈൻ എന്നാണ്. സെപ്റ്റംബർ 30 വരെയാണ് ആധാറും പാനും കൂടി ലിങ്ക് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. സെപ്റ്റംബർ 30 വരെ നീട്ടി എന്നുള്ള ഒരു ന്യൂസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു IND-RA, വാട്ട് ഈസ് ദ പ്രൊജക്റ്റഡ് റിപ്പോർട്ട് GDP ഗ്രോത്ത് റേറ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി 2021-22? ഇപ്പൊ മൂഡിയുടെയും S&Pയുടെയും ഒക്കെ പറഞ്ഞു. ഇപ്പം ഇന്ത്യ റേറ്റിംഗ്സ് ആണ് IND-RA എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ റേറ്റിംഗ്സിന്റെ ഇതനുസരിച്ച് GDP ഗ്രോത്ത് റേറ്റ് 21-22 ഫൈനാൻഷ്യലി എത്രയാണ്? മൂഡിയുടെ സെയിം ആണ്, 9.6 ആണ് GDP ഗ്രോത്ത് റേറ്റ് പ്രൊജക്ഷൻ. ഓക്കെ, സോ 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. DRDO recently conducted successful test firing of the extended range version of indigenously developed Pinaka rocket. അതാണ് Pinaka rocket. DRDO ആണ് ഇത് സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തത് at Odisha coast. The Pinaka rocket system has been developed Armament Research and Development Establishment and High Energy Materials Research Laboratory of DRDO. These two facilities are based in which country? അപ്പൊ ചോദ്യം ഡിഫറെന്റ് ആണ്. പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അർമാമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ARDA, അതേപോലെ തന്നെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി HEMRL ആണ്. DRDOയുടെ 2 ആംസ് ആണ് ഇത്. അപ്പൊ ഈ 2 ഫെസിലിറ്റീസ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. പൂനെയിലാണ് ഇത് രണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക. അപ്പൊ പിനാക്ക റോക്കറ്റ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. DRDO ആണ് ടെസ്റ്റ് ഫയർ ചെയ്തതെന്ന് ആലോചിക്കുക. ഒഡീഷ കോസ്റ്റിലാണ് ടെസ്റ്റ് ഫയർ ചെയ്തതെന്ന് ആലോചിക്കുക. പൂനെയിലുള്ള 2 ആംസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതും ഓർത്തിരിക്കുക. സോ 81ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ ഗ്രാന്റഡ് എ ലോൺ ടു കേരള ഓഫ് $125 million to support the state's preparedness against natural disasters, climate change, impact, diseases and pandemic? അപ്പം നാച്ചുറൽ ഡിസാസ്റ്റർ, ക്ലൈമറ്റ് ചേഞ്ച്, ഇമ്പാക്ട്, ഡിസീസസ് ആൻഡ് പാൻഡമിക്, ഇതിനെയൊക്കെയുള്ള ഒരു പ്രിപ്പയർനെസ് എന്നുള്ള രീതിയിൽ $125 million ലോൺ കേരളത്തിന് നൽകിയത് ആരാണ്? വേൾഡ് ബാങ്ക് ആണ്. അപ്പൊ ഈ വേൾഡ് ബാങ്ക് എത്ര തന്നു? $125 million തന്നു. എന്തിനാ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇമ്പാക്ട്, ഡിസീസസ് ആൻഡ് പാൻഡമിക്സ് ഇതിനെയൊക്കെ ഒന്ന് ചെറുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കേരളത്തിന് $125 million ആര് തന്നു? വേൾഡ് ബാങ്ക് ലോൺ ആയിട്ട് തന്നു. ഓക്കെ, സോ 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്ലെയർ ഹാസ് വൺ ദ 2021 സ്റ്റെറിയൻ ഗ്രാൻഡ് പ്രിക്സ്? അപ്പൊ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ സ്റ്റെറിയൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? റെഡ് ബുള്ളിന്റെ മാക്സ് വെർസ്റ്റപ്പൻ തന്നെയാണ് സ്റ്റെറിയൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയിട്ടുള്ളത്. അപ്പൊ വിച്ച് പ്ലെയർ ഹാസ് വൺ സ്റ്റെറിയൻ ഗ്രാൻഡ് പ്രിക്സ് 2021? മാക്സ് വെർസ്റ്റപ്പൻ. നമുക്ക് അവസാനം ലിസ്റ്റ് ചെയ്ത് പഠിക്കാം. സോ ഇപ്പൊ 83ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The government of India celebrated National Statistics Day on Dash on the birth anniversary of Professor C. Mahalanobis. അപ്പം പ്രൊഫസർ PC മഹാലനോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി എന്താണ് ആചരിക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അത് ജൂൺ 29-നാണ്. അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ് ജൂൺ 29-നാണ്. അത് ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ്? പ്രൊഫസർ PC മഹാലനോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. സോ 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has been appointed as the Special Director of the Central Bureau of Investigation? CBIയുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? പ്രവീൺ
സിൻഹയാണ്. അപ്പൊ ആരാണ് CBIയുടെ സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് CBI ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ആരാണ്? പ്രവീൺ സിൻഹ. അപ്പൊ പ്രവീൺ സിൻഹ എന്നുള്ളത് CBI ആയിട്ട് ചേർത്ത് പഠിക്കുക. പ്രവീൺ CBI, പ്രവീൺ എന്നുള്ള പേര് മറക്കാതിരിക്കുക. CBI പറയുമ്പോൾ പ്രവീൺ എന്നുള്ള പേര് ഓർമ്മ വരണം. സോ 85th ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ദ ഇന്ത്യൻ ഷൂട്ടർ ഡുവോ who won the silver medal in the 10-meter air pistol mixed team event at the ISSF shooting world cup. അപ്പം ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ഷൂട്ടർ ഡുവോ സിൽവർ മെഡൽ കരസ്ഥമാക്കി. അപ്പൊ അതാരൊക്കെയാണ് എന്നാണ് ചോദ്യം. സൗരഭ് ചൗധരി ആൻഡ് മനു ഭാക്കർ. സൗരഭ് ചൗധരി ആൻഡ് മനു ഭാക്കർ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യൻ ഷൂട്ടർ ഡുവോ ഹു ഗോട്ട് ദ സിൽവർ മെഡൽ ഇൻ ദ ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഇൻ 10-meter air pistol mixed team event. ഓക്കെ, ഇപ്പൊ സൗരഭ് ചൗധരി ആൻഡ് മനു ഭാക്കർ. സൗരഭ് ചൗധരി ആൻഡ് മനു ഭാക്കർ. സോ 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which Indian naval ship has been deployed for naval exercises in Africa, Europe that will participate in exercises like Konkan, Varuna and Indra? അപ്പൊ കോങ്കൺ, വരുണ ആൻഡ് ഇന്ദ്ര എന്ന് പറയുന്ന 3 എക്സസൈസിൽ പങ്കെടുക്കാൻ ആഫ്രിക്കയിലും യൂറോപ്പിലേക്കും വിട്ട ഇന്ത്യൻ നേവൽ ഷിപ്പിന്റെ പേരാണ് ചോദിച്ചിരുന്നത്. INS ടബാർ ആണ്. INS ടബാർ ആണ്. സോ INS ടബാർ ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ഫോർ നേവൽ എക്സസൈസസ് ഇൻ ആഫ്രിക്ക, യൂറോപ്പ് ദാറ്റ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സസൈസ് ലൈക്ക് കൊങ്കൺ, വരുണ ആൻഡ് ഇന്ദ്ര. അപ്പൊ INS ടബാർ എന്നുള്ള പേര് ഒരിക്കലും മറക്കാൻ പാടില്ല. INS ടബാർ. സോ ലെറ്റ്സ് ഗോ ടു 87th ക്വസ്റ്റ്യൻ. Which Indian archer has won hat-trick gold medal at Archery World Cup stage in Paris? അപ്പോൾ പാരീസിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 3ൽ ഹാട്രിക് ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ആർച്ചർ ആരാണെന്നാണ് ചോദ്യം. ദീപിക കുമാരിയാണ്. അപ്പൊ ദീപിക കുമാരിയാണ് ഹാട്രിക് ഗോൾഡ് മെഡൽ, 3 ഗോൾഡ് മെഡൽ, ഹാട്രിക് ഗോൾഡ് മെഡൽ ആർച്ചറി, ഹാട്രിക് ഗോൾഡ് മെഡൽ ആർച്ചറിയിൽ വേൾഡ് കപ്പ് സ്റ്റേജ് 3 പാരീസിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 3ൽ ഹാട്രിക് ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? ദീപിക കുമാരി എന്നുള്ള ഇന്ത്യൻ ആർച്ചർ ആണ്. സോ 88th ക്വസ്റ്റ്യൻ നോക്കാം. Who has authored the book titled Anomalies in Law and Justice? Anomalies. Okay. Who has authored the book titled Anomalies in Law and Justice? അപ്പൊ Anomalies in Law and Justice എന്ന് പറയുന്ന ഈ ഒരു ബുക്കിന്റെ ഓഥർ ആരാണ്? RV രവീന്ദ്രൻ ആണ് Anomalies in Law and Justice എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ. അപ്പൊ RV രവീന്ദ്രൻ, Anomalies in Law and Justice, Anomalies in Law and Justice എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ RV രവീന്ദ്രൻ ആണ്. സോ 89th ക്വസ്റ്റ്യൻ നോക്കാം. The government of India has extended the faster adoption and manufacturing of electric vehicles in India phase 2. FAME phase 2 എന്നാണ് പറയുന്നത്. Okay, FAME phase 2. Faster adoption and manufacturing of electric vehicles ആണ് FAME. അപ്പൊ അതിന്റെ phase 2 ആണ് FAME phase 2. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്തു എന്ത്? ഈ FAME phase 2 അത് എന്ന് വരെ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് എക്സ്റ്റെൻഡഡ് ദി faster adoption and manufacturing of electric vehicles in India phase 2 till 2024. So 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has launched the e-filing portal of Income Tax Appellate Tribunal ITAT അല്ലെങ്കിൽ ITAT e-Dwar? അപ്പം ITAT e-Dwar ഇതെന്താണ്? ഇ-ഫയലിംഗ് പോർട്ടലാണ്. അപ്പൊ അത് ആരാണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. രവിശങ്കർ പ്രസാദ് ആണ്. രവിശങ്കർ പ്രസാദ് ആണ് എന്ത് ലോഞ്ച് ചെയ്തത്? ITAT e-Dwar എന്ന് പറയുന്ന ഇ-ഫയലിംഗ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് രവിശങ്കർ പ്രസാദ് ആണ്. അപ്പൊ രവിശങ്കർ പ്രസാദ് ആണ് ഇ-ഫയലിംഗ് പോർട്ടൽ ആയിട്ടുള്ള ITAT e-Dwar ലോഞ്ച് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ടു 91st ക്വസ്റ്റ്യൻ. Which city has topped the India Smart Cities Award Contest 2020? അപ്പൊ ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ് കോൺടെസ്റ്റിൽ ടോപ്പ് വന്നത് ഇൻഡോറും സൂററ്റുമാണ്. അപ്പൊ ഇൻഡോറിലും സൂററ്റിലുമാണ് സ്മാർട്ട് സിറ്റി കൂടുതൽ എന്നങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ് കോൺടെസ്റ്റിൽ ടോപ്പിൽ വന്നത് ആരാണ്? ഇൻഡോറും സൂററ്റുമാണ്. ഇൻഡോറും സൂററ്റും രണ്ടെണ്ണം ഉള്ളത് എപ്പോഴും പറഞ്ഞ് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ തെറ്റും. ഇൻഡോറും സൂററ്റുമാണ് ഇന്ത്യൻ സ്മാർട്ട് സിറ്റി അവാർഡ് കോൺടെസ്റ്റിൽ ടോപ്പിൽ വന്നിരിക്കുന്നത്. സോ 92nd ക്വസ്റ്റ്യൻ നോക്കാം. The central government has again extended the tenure of senior advocate Dash as Attorney General for India for a period of 1 year with effect from July 1 to June 30, 2022. അപ്പൊ ആരായിരുന്നു? KK വേണുഗോപാൽ ആയിരുന്നു അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്തു. ആരാണ്? അറ്റോർണി
ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് ആര്? കെ വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ എക്സ്റ്റൻഷൻ ന്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 93rd ക്വസ്റ്റ്യൻ നോക്കാം. ദ മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2021 MWC. മൊബൈൽ വേൾഡ് കോൺഗ്രസ് അതാണ് MWC. മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2021 വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മൊബൈൽ ഇവന്റ് കിക്ഡ് ഓഫ് ഓൺ ജൂൺ 28 ഇൻ ബാഴ്സലോണ. ഇപ്പൊ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മൊബൈൽ ഇവന്റ്, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മൊബൈൽ ഇവന്റ് എവിടെയാണ്? ബാഴ്സലോണയിലാണ് നടന്നത്. ഇപ്പൊ ഫുട്ബോളിന്റെ രാജാക്കന്മാരാണ് ബാഴ്സലോണ. അപ്പൊ അവിടെ മൊബൈലിന്റെ ഇവന്റ് നടന്നു, ഫുട്ബോൾ നടക്കുന്നത് മൊബൈൽ നടന്നു എന്ന് പഠിക്കുക, രസകരമായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ ബിഗ്ഗസ്റ്റ് മൊബൈൽ ഇവന്റ് എവിടെയാണ് നടന്നത്? ബാഴ്സലോണയിലാണ്. ജൂൺ 28-നാണ്. മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ ആണ് വേൾഡ് ബിഗ്ഗസ്റ്റ് മൊബൈൽ ഇവന്റ്, അത് ബാഴ്സലോണയിലാണ് നടന്നത്. ഓക്കെ, സോ 94th ക്വസ്റ്റ്യൻ നോക്കാം. What is the strike range of the new variant of nuclear capable Agni-P missile? Agni-P missile test fired by DRDO successfully at Odisha coast. അപ്പൊ എന്താണ് ഒരു ന്യൂക്ലിയർ കേപ്പബിൾ അഗ്നി-പി? ഇത് ഒഡീഷ കോസ്റ്റിൽ ആര് ടെസ്റ്റ് ഫയർ ചെയ്തു? DRDO ടെസ്റ്റ് ഫയർ ചെയ്തു. അതിന്റെ സ്ട്രൈക്ക് റേഞ്ച് എന്താണ് എന്നാണ് ചോദ്യം. 1000 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ഈ അഗ്നി-പിയുടെ സ്ട്രൈക്ക് റേഞ്ച് എന്ന് പറയുന്നത്. വളരെ വലുതാണ്. 1000 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയാണ് എന്തിന്റെ? അഗ്നി-പിയുടെ സ്ട്രൈക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് DRDO ഒഡീഷ കോസ്റ്റിൽ ടെസ്റ്റ് ഫയർ ചെയ്ത് നോക്കിയെന്നാണ് പറഞ്ഞത്. സോ 95th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇന്ത്യൻ ജേർണലിസ്റ്റ് who has been selected as one of the 3 recipients of Fukuoka Prize. Fukuoka Prize. ഫുക്കൂക്ക പ്രൈസ് ഫോർ 2021 റെസിപ്പിയൻസ്. അപ്പം അതിലുള്ള ഇന്ത്യൻ ജേർണലിസ്റ്റ് ആരാണ്? 3-ൽ-1 ഇന്ത്യൻ ജേർണലിസ്റ്റ് ആരാണ്? ഫുക്കൂക്ക പ്രൈസ്. അപ്പൊ ഫുക്കൂക്ക പ്രൈസ് എന്നുള്ളത് ഓർത്തിരിക്കുക. പി സായിനാഥ് എന്നുള്ള പേര് ചേർത്ത് പഠിക്കുക. അപ്പൊ ഫുക്കൂക്ക പ്രൈസ് നേടിയ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആരാണ്? പി സായിനാഥ് ആണ്. ഫുക്കൂക്ക പ്രൈസ് നേടിയ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആരാണ്? പി സായിനാഥ് ആണ്. സോ 96th ക്വസ്റ്റ്യൻ നോക്കാം. Who has authored the book titled Fiercely Female The Duti Chand Story? അപ്പൊ എന്താണ് ഫിയേഴ്സ്ലി ഫീമെയിൽ ദ ദുത്തി ചന്ദ് സ്റ്റോറി? ദുത്തി ചന്ദിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ അത് ഓഥർ, ആ ഒരു ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദ്യം. സന്ദീപ് മിശ്ര. സന്ദീപ് ആണോ സുദീപ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ സന്ദീപ് മിശ്രയാണ് ഫിയേഴ്സ്ലി ഫീമെയിൽ ദ ദുത്തി ചന്ദ് സ്റ്റോറിയുടെ ഓഥർ എന്ന് പറയുന്നത്. സന്ദീപ് മിശ്ര എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ സന്ദീപ് മിശ്ര എന്ന് തന്നെ പഠിക്കുക. അപ്പൊ ഫിയേഴ്സ്ലി ഫീമെയിൽ ദ ദുത്തി ചന്ദ് സ്റ്റോറിയുടെ ഓഥർ ആരാണ്? സന്ദീപ് മിശ്ര. സോ 97th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇന്ത്യൻ ഷൂട്ടർ who won the gold medal in women's 25 meters pistol event at IISF shooting world cup in Osijek, ക്രൊയേഷ്യ. അപ്പൊ ക്രൊയേഷ്യയിൽ വെച്ചിട്ടാണ് ഈ IISF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് നടന്നതെന്നുള്ള ഓർത്തിരിക്കുക. ക്രൊയേഷ്യയിൽ വെച്ചിട്ടാണ് IISF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് നടന്നത്, ഒസിജെക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അപ്പൊ അവിടെ 25 മീറ്റർ പിസ്റ്റൽ ഇവന്റിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടർ ആരാണ് എന്നാണ് ചോദ്യം. റാഹി സർണോബാത്ത് എന്നാണ് പേര്. റാഹി സർണോബാത്ത് ആണ് എന്ത് 25 മീറ്റർ പിസ്റ്റൽ ഇവന്റിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടർ. റാഹി സർണോബാത്ത്. ഞാൻ പേര് സ്ട്രെസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേട്ട ഒരു ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ വരുമ്പോൾ. അപ്പൊ 25 മീറ്റർ പിസ്റ്റൽ ഇവന്റ് ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? റാഹി സർണോബാത്ത് ആണ്. സോ 98th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്റർനാഷണൽ ആസ്റ്ററോയിഡ് ഡേ, ഓൾസോ നോൺ ആസ് ആസ്റ്ററോയിഡ് ഡേ, is a United Nations proclaimed day observed globally on dash every year. ജൂൺ 30 ആണ് എന്ത്? ആസ്റ്ററോയിഡിന്റെ ദിവസം. ആസ്റ്ററോയിഡ് ഡേ എന്ന് പറയുന്നത് എന്നാണ്? ജൂൺ 30 ആണ് ആസ്റ്ററോയിഡ് ഡേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആസ്റ്ററോയിഡ് ഡേ. യുണൈറ്റഡ് നേഷൻസ് പ്രൊക്ലൈം ഡേ ഒബ്സർവ് ഗ്ലോബലി ഓൺ ജൂൺ 30. സോ 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഈസ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ് ഒബ്സർവ്? അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ് എന്നാണ്? ജൂൺ 29 ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ആസ്റ്ററോയിഡ് എന്നാണ്? ജൂൺ 30 ആണ്. അപ്പൊ ആസ്റ്ററോയിഡിന് മുന്നേ ആണ് ട്രോപ്പിക്സ് വരുന്നത് എന്ന് ആലോചിക്കുക. സോ 100th ക്വസ്റ്റ്യൻ നോക്കാം. യുക്രൈൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ UK ആൻഡ് യുക്രൈൻ, US ആൻഡ് യുക്രൈൻ ചേർത്ത് പഠിക്കുക. സ്റ്റേറ്റ്സ് ലോഞ്ച്ഡ് ജോയിന്റ് നേവൽ എക്സസൈസ് ഇൻ ദ ബ്ലാക്ക് സീ. വാട്ട് ഈസ് ദ നെയിം? സീ ബ്രീസ്. അപ്പൊ സീ ബ്രീസ് ആരൊക്കെ തമ്മിലാണ്? US-ഉം യുക്രൈനും. അപ്പൊ 2 U ചേർന്നാൽ ഒരു ബ്രീസ് വരും എന്ന് ആലോചിക്കുക. 2 U ചേരുമ്പോൾ ഒരു ബ്രീസ് വരും, അതാണ് സീ ബ്രീസ്.
അപ്പൊ US-ഉം യുക്രൈനും കൂടി ചേർന്നിട്ടുള്ള നേവൽ എക്സർസൈസ് ആണ് എന്ത്, സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ 100 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും സൊല്യൂഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ക്വിസ് മോഡ് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ടിൽ എക്സാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ 100 ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണുക, പഠിക്കുക, വരുന്ന എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.